ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ഭൂമി മുഴുവൻ മൗനം ഭജിക്കട്ടെ. മൗനത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുക. ആഴമായ നിശബ്ദതയിലേക്കുള്ള ക്ഷണം കൂടിയാണ് നോമ്പുകാലം. വിശുദ്ധമായ ഈ നിശബ്ദതയിലേക്കുള്ള പ്രവേശനം ദൈവിക രഹസ്യങ്ങളിലേക്കുള്ള ആഴമായ പ്രവേശനമാണ്. നിശബ്ദതയുടെ ശീലം കുരിശിലേക്കും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്കും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സജീവവും മനഃപൂർവ്വവുമായ നിശ്ചലതയായിരിക്കണം. 19-ാം നൂറ്റാണ്ടിലെ ആത്മീയ മിസ്റ്റിക്കും കർമ്മലീത്ത കന്യാസ്ത്രീയുമായ സിസ്റ്റർ മേരി എമി ഡി ജീസസ് നിശബ്ദതയുടെ 12 ഡിഗ്രിയിൽ എന്ന ബുക്കിൽ അവളുടെ പ്രതിഫലനം അവതരിപ്പിച്ചു. നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ കഴിവുകളിലും നിശബ്ദത എങ്ങനെ കടന്നു കയറണമെന്ന് അവൾ ഹ്രസ്വമായി ചൂണ്ടിക്കാണിച്ചു. മൗനത്തിലും പ്രാർത്ഥനയിലും മാത്രമാണ് കൃപയുടെ അമാനുഷിക ജീവിതം നമ്മുടെ ഉള്ളിൽ വികസിക്കുന്നത്. നിശബ്ദതയോടുള്ള സ്നേഹം നഷ്ടപ്പെട്ട ഒരാത്മാവിന് അതിൻ്റെ ശാശ്വത ലക്ഷ്യത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു. മൗനത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറയുന്നു, നമുക്ക് ദൈവത്തെ കണ്ടെത്തേണ്ടതുണ്ട്. ശബ്ദത്തിലും അസ്വസ്ഥതയിലും ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. ദൈവം നിശബ്ദതയുടെ സുഹൃത്താണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഗബ്രിയേലിൻ്റെ വാക്കുകൾ ഒരു ശിക്ഷയായി തോന്നുമെങ്കിലും നമുക്ക് അവ ഒരു ക്ഷണമായി വായിച്ചെടുക്കാം. സക്രിയായിക്ക് സംസാരിക്കാനാവാത്ത നിശബ്ദതയുടെ കാലത്ത് അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറുന്നു. തിരുവെഴുത്തുകൾ ആ സമയത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ആശ്ചര്യപ്പെടാൻ നാം ഇപ്പോഴും ക്ഷണിക്കപ്പെടുന്നു. സക്രിയയും ദൈവവും തമ്മിൽ അപ്പോൾ എന്താണ് സംസാരിച്ചത്? താൻ പ്രായമായ ഭാര്യയുള്ള ഒരു വൃദ്ധനാണെന്ന് ദൂതനോട് തർക്കിച്ച വ്യക്തിയിൽ നിന്ന് സ്തുതിയും രക്ഷയും സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുന്ന ഒരു കാൻഡിക്കിൽ വാഗ്ദാനം ചെയ്യുന്ന ഒരാളായി മാറുന്നു. നോമ്പിൻ്റെ ഈ പുണ്യദിനങ്ങൾ നാമും മൗനത്തിൻ്റെ ശക്തി കണ്ടെത്തണം. അത് മിണ്ടാതിരിക്കുന്ന അവസ്ഥയല്ല, ദൈവത്തോട് കൂടുതൽ സംസാരിക്കാനും ദൈവത്തെ കൂടുതൽ ശ്രവിക്കാനും ഏറ്റവും വാചാലമായ സന്ദർഭമാണ്. സംസാരങ്ങളിൽ നിന്നും മാറി നിന്നവരാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസപിതാവും എന്ന് ഓർമ്മിക്കുക. ആരവങ്ങൾക്കിടയിൽ നമ്മുടെ ആന്തരികതയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. ശാന്തമുഹൂർത്തങ്ങളിലാണ് ദൈവിക വെളിപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നത്. ഏലിയ ആരവങ്ങൾക്കിടയിൽ നിന്നും മാറി ഏകാന്തതയിൽ ഹൊറേബ് മലയിൽ വെച്ചാണ് ദൈവത്തിൻ്റെ സ്വരം അതിൻ്റെ സമ്പൂർണതയിൽ ശ്രവിച്ചത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് മനഃപൂർവ്വം സമയം നീക്കിവയ്ക്കണം. അങ്ങനെ ഹൃദയത്തിൽ നിശബ്ദതയിൽ സംസാരിക്കുന്ന ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ സന്ദേശം പങ്കുവയ്ക്കാനും വേണ്ടി മാത്രം സംസാരിക്കുന്നവരായി ഈ തപസ്സുകാലം മൗനത്തിൻ്റെ ശക്തി ഉൾക്കൊണ്ട് നമുക്കും അനുഗ്രഹീതരാകാം. ആമേൻ.